മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെക്കുറിച്ച് കാര്യമായ ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചിക്കാഗോയിൽ നടന്ന ഒരു ഉച്ചകോടിയിൽ സംസാരിക്കവേ ട്രംപിന്റെ സംരക്ഷണവാദ സാമ്പത്തിക നയങ്ങളെയും കുടിയേറ്റ നിയന്ത്രണങ്ങളെയും മാധ്യമങ്ങളോടുള്ള പെരുമാറ്റത്തെയും ഒബാമ വിമർശിച്ചു. അമേരിക്കയുടെ മിക്ക വ്യാപാര പങ്കാളികൾക്കും മേൽ ചുമത്തിയ ട്രംപിന്റെ വ്യാപകമായ താരിഫുകളെ അദ്ദേഹം പ്രത്യേകം ലക്ഷ്യം വെച്ചു. ഇതൊന്നും അമേരിക്കയ്ക്ക് ഗുണകരമല്ലെന്ന് ഒബാമ പ്രസ്താവിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര വ്യാപാരത്തിൽ താരിഫുകളുടെ നെഗറ്റീവ് ആഘാതം ഊന്നിപ്പറഞ്ഞുകൊണ്ട് ട്രംപിന്റെ സംരക്ഷണവാദ സാമ്പത്തിക നയങ്ങളോടുള്ള തന്റെ വിയോജിപ്പ് ഒബാമ തുറന്നു പ്രകടിപ്പിച്ചു. ട്രംപിന്റെ താരിഫുകൾ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പലരും അവ US സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അത്തരം താരിഫുകൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതികാര നടപടികളിലേക്ക് നയിച്ചേക്കാമെന്നും അമേരിക്കൻ ബിസിനസ്സുകളെയും ഉപഭോക്താക്കളെയും ബാധിക്കുമെന്നും ഒബാമയുടെ ആശങ്കകൾ ആവർത്തിക്കുമ്പോൾ ചില സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങളെ ക്രൂരവും കുഴപ്പം പിടിച്ചതാണെന്നും വിശേഷിപ്പിച്ചുകൊണ്ട് മുൻ പ്രസിഡന്റ് രൂക്ഷമായി വിമർശിച്ചു. നീതിയുക്തമായ ഒരു സമൂഹത്തിൽ അത്തരം നയങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് ഒബാമ വാദിച്ചു. കൂടാതെ നിയമപാലകർക്ക് മേലുള്ള ട്രംപിന്റെ സമ്മർദ്ദത്തെയും ഓവൽ ഓഫീസിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ വിലക്കാനുള്ള തീരുമാനത്തെയും അദ്ദേഹം അപലപിച്ചു. ഈ നടപടികളെ അമേരിക്കൻ വിരുദ്ധമെന്ന് ഒബാമ മുദ്രകുത്തി. ലാസ് വേഗാസിൽ നടന്ന ഒരു റാലിയിൽ നടത്തിയ പ്രസംഗത്തിൽ താൻ വിശ്വസിക്കുന്ന യഥാർത്ഥ ശക്തിയും നേതൃത്വവും എന്താണെന്ന് ഒബാമ പുനർനിർവചിച്ചു. മറ്റുള്ളവരോടുള്ള അനുകമ്പയുടെയും പിന്തുണയുടെയും പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് ട്രംപിന്റെ പുരുഷത്വത്തിന്റെ ചിത്രീകരണത്തെ അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തു. ഒബാമയുടെ അഭിപ്രായത്തിൽ ആവശ്യമുള്ളവരെ സഹായിക്കുകയും സ്വയം നിലകൊള്ളാൻ കഴിയാത്തവർക്കു വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ശക്തി. അമേരിക്കക്കാരോട് വിവരങ്ങൾ അറിഞ്ഞിരിക്കാനും അവരുടെ കമ്മ്യൂണിറ്റികളിൽ ഇടപെടാനും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാനും ഒബാമ അഭ്യർത്ഥിച്ചു. ജനാധിപത്യം സ്വയം നിലനിൽക്കുന്നതല്ലെന്നും പൗരന്മാരുടെ സജീവ പങ്കാളിത്തത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ട്രംപിന്റെ നയങ്ങൾക്കെതിരെ സംസാരിക്കുന്നതിലൂടെ ഭയത്തിന്റെയും വിഭജനത്തിന്റെയും രാഷ്ട്രീയം നിരസിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ അമേരിക്കക്കാർക്കിടയിൽ ഐക്യത്തിന്റെയും പ്രതിരോധ ശേഷിയുടെയും ഒരു ബോധം വളർത്തുക എന്നതാണ് ഒബാമ ലക്ഷ്യമിടുന്നത്. ഭാവി തെരഞ്ഞെടുപ്പുകൾക്ക് US തയ്യാറെടുക്കുമ്പോൾ ട്രംപിന്റെ നയങ്ങളെക്കുറിച്ചുള്ള ഒബാമയുടെ വിമർശനം സജീവമായ പൗരത്വത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുന്നവയാണ്. 2026 ഇടക്കാല തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വലതുപക്ഷ ആഖ്യാനങ്ങളെ ചെറുക്കുന്നതിലും അമേരിക്കയെക്കുറിച്ച് കൂടുതൽ ഉൾക്കൊള്ളുന്നതും അനുകമ്പയുള്ളതുമായ ഒരു കാഴ്ചപ്പാട് പ്രോത്സാഹിപ്പിക്കുന്നതിലും ഒബാമയുടെ ശബ്ദം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നതായി മാറിയേക്കാം. ആത്യന്തികമായി രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ അമേരിക്കക്കാർ ജാഗ്രത പാലിക്കുകയും മുൻകൈയെടുക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ ഒബാമയുടെ സന്ദേശം ഊന്നിപ്പറയുന്നു.